ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SRT സീരീസിലെ അടുത്തൊരു അധ്യായമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 വരുന്ന അധ്യായമാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ അധ്യായം ജലം നിത്യജീവിതത്തിൽ എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ജലം നിത്യജീവിതത്തിൽ, ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ ജലം നിത്യജീവിതത്തിൽ നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നും അതുപോലെ ജലത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുമൊക്കെയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും മണ്ണിനടിയിലുമൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ജലം ജീവൻ്റെ രൂപീകരണത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. നമുക്കറിയാവുന്നൊരു കണക്കുകൾ വെച്ച് നമ്മുടെ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ആകെ ജലത്തിൻ്റെ 3%, കേവലം 3% മാത്രമാണ് ശുദ്ധജലം. അതിൽ തന്നെ ഒരു വലിയ ഭാഗം ഹിമാനികളിലും ഹിമപാളികളിലുമൊക്കെയാണുള്ളത്. ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ ഉപയോഗത്തിനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രം നമുക്ക് ശുദ്ധജലം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനസംഖ്യാ വർധനവിനനുസൃതമായിക്കൊണ്ട് ജലത്തിൻ്റെ ഉപഭോഗവും മലിനീകരണവും ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ശുദ്ധജലത്തിൻ്റെ അമൂല്യമായിട്ടുള്ള ഒരു ജലസമ്പത്താണ് ശുദ്ധജലം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു അമൂല്യ ജലസമ്പത്തിനെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ഈ ഒരു ശുദ്ധജലത്തിൻ്റെ നീതിപൂർവകമായ ഉപയോഗത്തെക്കുറിച്ചുമൊക്കെ നമ്മളിൽ ഒരു ധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യം ഇവിടെ ഒരു കോൺവെർസേഷൻ പോലെ നദിയും ഈ കുട്ടിയും തമ്മിൽ സംസാരിക്കുകയാണ്. ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് കുട്ടി ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പുഴയിലെ വെള്ളം നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പുഴവെള്ളം നേരിട്ട് കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കൊന്നും തന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ശുദ്ധീകരിക്കണം. അപ്പോൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വലിയ മാലിന്യങ്ങളൊക്കെ ആദ്യം അരിച്ചു മാറ്റപ്പെടുന്നുണ്ട്. പിന്നീട് മാലിന്യങ്ങൾ അടിയാനായി അനുവദിക്കുന്ന സാഹചര്യമാണ്. അതിനുശേഷം പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ജലത്തിനെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനായി കടത്തിവിടുകയും ശുദ്ധജലത്തിൻ്റെ വിതരണഘട്ടം എന്നോണം അത് ടാങ്കിൽ സംഭരിക്കുകയും അതിനുശേഷം മാത്രമാണ് വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ശുദ്ധീകരിച്ച ശേഷം മാത്രമാണ് ഈ വെള്ളമൊക്കെ ഉപയോഗയോഗ്യമാക്കി മാറുന്നത്. അപ്പം നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത്രയധികം പ്രോസസ്സിലൂടെ കടന്നുകൊണ്ടാണ് വീടുകളിലേക്ക് ജലം എത്തിക്കുന്നത്. അപ്പോൾ പുഴയിൽ നിന്ന് മാത്രമല്ല, പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ച് വീടുകളിൽ എത്തിക്കുന്നു. പുഴയിൽ നിന്ന് മാത്രമല്ലാതെ നമ്മുടെ വീടുകളിലേക്ക് ജലം എത്തുന്ന മറ്റു സ്രോതസ്സുകളാണ് കിണർ, കുഴൽ കിണർ, മഴവെള്ളം, അരുവി, കനാലുകൾ, കുളം തുടങ്ങിയവയൊക്കെ. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ജലം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ജലത്തിൻ്റെ ഏകദേശ ഉപയോഗം എത്രയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ കണക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് കുടിക്കുന്നതിനായിട്ട് ഏകദേശം 2.5 മുതൽ 3.5 ലിറ്റർ വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ 3 മുതൽ 4 ലിറ്റർ ആവശ്യമാണ്. പാത്രം കഴുകുന്നതിനായിട്ട് 6 മുതൽ 8 ലിറ്റർ ആവശ്യമാണ്. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ഒക്കെയായി 30 ലിറ്ററോളം വെള്ളം ആവശ്യമാണ്. ശുചീകരണത്തിന് 50 ലിറ്റർ, കൂടാതെ മറ്റാവശ്യങ്ങൾക്കായിട്ട് 30ഓളം ലിറ്റർ ആവശ്യമാണ്. ഇങ്ങനെ പ്രതിദിന അളവ് കണക്കാക്കി എടുക്കുമ്പോൾ ഏകദേശം 121.5 മുതൽ 125 ലിറ്റർ വരെ ജലം ഏകദേശം പ്രതിദിന ഉപയോഗത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ജലം ഒരു ദിവസം ഏകദേശം ഒരാൾക്ക് 120 മുതൽ 125 ലിറ്റർ വരെ വെള്ളം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടിവരും. കുടിക്കാനും പാചകം ചെയ്യാനും പാത്രം കഴുകാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആവശ്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. എന്നാൽ കുടിക്കുന്ന വെള്ളം നമുക്ക് കുറയ്ക്കാനായി സാധിക്കുമോ? ഇല്ല. അത് മാത്രമല്ല, ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധനവ്, ജലമലിനീകരണമൊക്കെ കാരണമായിട്ട് ശുദ്ധജലത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അവയുടെ ആ ഒരു
ഉപയോഗം. ഇപ്പോൾ ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. ചില ഉപയോഗങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാകും, എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. അപ്പോൾ ഈ ഒരു ആവശ്യം കൂടുകയും എന്നാൽ ലഭ്യത കുറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത നമുക്ക് കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം കിട്ടുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്തിൽ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് എന്നും കണക്കുകൾ പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ജലം എന്ന് പറയുന്നത്. എല്ലാ ശരീര പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ തലച്ചോറിന് 73% ജലം ആവശ്യമാണ്, രക്തം 94%, വൃക്കകൾ 79%, പേശികൾ 75%, ഹൃദയത്തിന് 75%, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾ 31%. ഇങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കായിട്ട് ഇത്രയധികം ജലം നമുക്ക് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഇങ്ങനെ ജലം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് സഹായകമാണ്, സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്നതിന് സഹായകമാണ്, ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നതിന് ജലം സഹായകമാണ്, പോഷക ഘടകങ്ങളെ കോശത്തിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ജലം ആവശ്യമാണ്. ഇതെല്ലാം കൂടാതെ ശരീര താപം നിയന്ത്രിക്കുന്നതിനും നമുക്ക് ജലം ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. മനുഷ്യനിൽ ജലം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. മനുഷ്യന് മാത്രമാണോ ജലം ആവശ്യം? സസ്യങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും എല്ലാം ജലം ആവശ്യമാണ്. അപ്പോൾ ജലം സസ്യങ്ങളിൽ എങ്ങനെയാണ്, എന്തെല്ലാം ധർമ്മമാണ് നിർവഹിക്കുന്നത് എന്ന് നോക്കാം. ജലം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ്. സസ്യത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് ജലം ആവശ്യമാണ്. സസ്യങ്ങൾ ആഗിരണം ചെയ്തിട്ടുള്ള ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജലം ആവശ്യമാണ്. ഇങ്ങനെ എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇനി ജലത്തിൻ്റെ സവിശേഷതകൾ. ജലത്തിന് കൃത്യമായിട്ടുള്ള നിറമോ മണമോ ഇല്ല. പക്ഷേ എന്നാൽ ശുദ്ധജലമായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? അതും ഇല്ല കേട്ടോ. അപ്പം അതിനായിട്ട് ചില പരിശോധനകൾ ആവശ്യമാണ്. മണമില്ല, നിറമില്ല എന്നതുകൊണ്ട് അത് ശുദ്ധജലമാകണമെന്നില്ല. ജലം ശുദ്ധജലമാണോ എന്ന് തിരിച്ചറിയുന്നതിനായിട്ട് ഗുണനിലവാര പരിശോധനാ ലാബുകളിൽ പരിശോധിച്ച് തന്നെ അറിയണം. ജലത്തിന് ഇനി ആകൃതിയുണ്ടോ? ജലത്തിൻ്റെ ആകൃതി എന്താണ്? ജലത്തിന് ഒരു നിശ്ചിത ആകൃതി ഇല്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് ജലത്തിൻ്റെ ആകൃതി. ഇനി ചില വസ്തുക്കൾ, അവ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നവയുണ്ട്, അതുപോലെ മുങ്ങാത്തവയുമുണ്ട്. ചില വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ബലൂൺ, തടിക്കഷ്ണം, കർപ്പൂരം, പ്ലാസ്റ്റിക്, ഇല, മെഴുക്, ഐസ് പോലെയുള്ളവയൊക്കെ ജലത്തിൽ പൊങ്ങിക്കിടക്കും. എന്നാൽ ചില വസ്തുക്കൾ, ഇപ്പോൾ കല്ല്, നാണയം, ഇരുമ്പ് കഷ്ണം പോലെയുള്ളവയൊക്കെ എന്താണ്, ജലത്തിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജലത്തിൽ ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഈ വസ്തുക്കളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ചങ്ങാടയാത്ര അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതുപോലെ ലൈഫ് ജാക്കറ്റിൻ്റെ ഉപയോഗം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പിന്നെ അതുപോലെ നമുക്ക് പറയാം തടിയൊക്കെ ജലത്തിലൂടെ ഒഴുകിക്കൊണ്ടു പോകാറുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ വസ്തുക്കളുടെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദർഭങ്ങളാണ്. ജലത്തിൻ്റെ ചില സവിശേഷതകളാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുക്കളുണ്ട്, മുങ്ങിക്കിടക്കാത്ത വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെയാണ് ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളുമുണ്ട്, ലയിക്കാത്ത വസ്തുക്കളുമുണ്ട്.
എല്ലാ വസ്തുക്കളും അപ്പോൾ എന്താണ്, ജലത്തിൽ ലയിക്കില്ല. അപ്പോൾ ഇവിടെ ചില വസ്തുക്കളുടെ പേര് തന്നിട്ടുണ്ട്. ഇവയിൽ ജലത്തിൽ ലയിക്കുന്നവ ഏത്, ലയിക്കാത്തവ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി എന്നിവയെല്ലാം തന്നെ ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം ഇവയൊന്നും തന്നെ ജലത്തിൽ ലയിക്കില്ല. ഇവയെല്ലാം ഇൻസോലുബിൾ ആണ്. പിന്നീട് തുരിശ്, കോപ്പർ സൾഫേറ്റ് എന്ന ഈ തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ആൽക്കഹോൾ ഇവയെല്ലാം എന്താണ്, ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ പെട്രോള്, മണൽ, കൊഴുപ്പ്, ഇപ്പം നെയ്യ് പോലെയുള്ള കൊഴുപ്പുകൾ ഇവയൊന്നും ജലത്തിൽ ലയിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കാത്തവയും ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ലിസ്റ്റിൽ ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുമെന്ന് നമ്മൾ കണ്ടു. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ? വാതകങ്ങളും ജലത്തിൽ ലയിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നവയുമുണ്ട്, എന്നാൽ ലയിക്കാത്തവയുമുണ്ട്. അപ്പോൾ ലയിക്കുന്നവയിൽ നമുക്കറിയാം ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും ജലത്തിൽ ലയിക്കും. അതുപോലെ തന്നെ വാതകങ്ങളും ജലത്തിൽ ലയിക്കും. അതിനൊരു ഉദാഹരണമാണ് നമുക്ക് പറയാവുന്നത്. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എന്താണ്? അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ജലജീവികൾ ശ്വസിക്കുന്നത് ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് അവ ശ്വസിക്കുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ്, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അങ്ങനെ സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സോഡ കുപ്പി തുറക്കുന്ന സമയത്ത് കുമിളകൾ പുറത്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വാതകങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നു. ചില വസ്തുക്കൾ ജലത്തിൽ ലയിക്കുന്നു, ചിലവ ലയിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജലത്തിൽ ലയിക്കാത്ത ചില വസ്തുക്കൾ മറ്റ് ദ്രാവകങ്ങളിൽ ലയിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചക്കപ്പശ, ടാർ എന്നിവയൊക്കെ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലുമൊക്കെ ലയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലായകം, ലായനി, ലീനം എന്നൊരാശയമൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. അതെന്താണ്? ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ ലീനം എന്ന് പറയും. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ നമ്മൾ ലായകം എന്ന് പറയും. ലീനം, ലായകത്തിൽ ലയിച്ചു ചേരുന്നതിനെ നമ്മൾ ലായനി എന്ന് പറയും. ക്ലിയർ ആണോ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയും. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയും. ലീനം, ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്നതിനെ നമ്മൾ ലായനി എന്ന് പറയും. കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പഞ്ചസാരയാണ് ലീനം. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്ന സമയത്ത് പഞ്ചസാര ലായനി ഉണ്ടാകുന്നു. ഇവിടെ ലീനം പഞ്ചസാര, വെള്ളമാണ് ലായകം, പഞ്ചസാര ലായനി ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ലീനം, ലായകം, ലായനി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ജലം എന്ന് പറയുന്നത് എന്താണ്? സാർവിക ലായകമാണ്. ജലത്തിന് ധാരാളം വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. ജലത്തിൻ്റെ ഈ ഒരു ലായക ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നത്, പാനീയങ്ങൾ തയ്യാറാക്കുന്നത്, മരുന്ന് കഴിക്കാൻ സാധിക്കുന്നത്, ചെടികൾ നനയ്ക്കുന്നത്, അഴുക്കുകളൊക്കെ കഴുകിക്കളയുന്നതിനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജലത്തിൻ്റെ ലായക ശേഷിയാണ് ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്. ജലത്തിന് പല അവസ്ഥകളുണ്ട്, പല രൂപത്തിലുണ്ട്. ഏതൊക്കെയാണ്? ജലം ഖരമായിട്ട്, ഐസായിട്ട്, ദ്രാവകം വെള്ളമായിട്ട്, വാതകം നീരാവിയായിട്ട്, അങ്ങനെ 3 അവസ്ഥകളിലാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. അതിലൊന്നാണ് ഐസായിട്ടുള്ള ഈ ഒരു ഖരാവസ്ഥ എന്ന് പറയുന്നത്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ഖരാവസ്ഥയിലുള്ള ഈ ഒരു ജലം ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ ഇരിക്കാനാണ് പ്രധാനമായിട്ടും ഐസ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ
ഇതുകൂടാതെ മരുന്നുകൾ സൂക്ഷിക്കാൻ, പാനീയങ്ങൾ തണുപ്പിക്കാനൊക്കെ ആയിട്ട് ഐസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഐസ് ജലം 0°C ഘനീഭവിച്ചാണ് ഐസ് രൂപപ്പെടുന്നത്. ഐസ് പിന്നീട് താപം സ്വീകരിച്ച്, ഇപ്പോൾ ചുറ്റുപാടിൽ നിന്നോ അല്ലെങ്കിൽ ചൂടാകുമ്പോഴൊക്കെ താപം സ്വീകരിച്ച് ഉരുകി മെൽറ്റ് ചെയ്ത് ജലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജലത്തിന് ചൂട് വഹിക്കാനുള്ള കഴിവുണ്ട്. ഈ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ജലത്തിൻ്റെ ഈ ഒരു ചൂട് വഹിക്കാനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിനുദാഹരണമാണ് നമ്മൾ ഈ പറയുന്ന അരി വേവിക്കുന്നത്, സ്റ്റീം എഞ്ചിനുകൾ, അതുപോലെ ആവി പിടിക്കുക പോലെയുള്ള സാഹചര്യങ്ങളിൽ താപം വഹിക്കുന്നതിനുള്ള ജലത്തിൻ്റെ ചൂട് വഹിക്കാനുള്ള ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള സന്ദർഭങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു ജലം ചൂടാകുന്ന സമയത്ത്, തിളയ്ക്കുന്ന സമയത്ത് നീരാവിയായിട്ട് മാറുന്നു. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്നാണ് പറയുന്നത്. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിൻ്റെ മറ്റൊരു സവിശേഷത കൂടി നമ്മളിവിടെ കണ്ടു. ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാകുന്ന സമയത്ത് ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഈ ബാഷ്പീകരണം എന്ന് പറയുന്നത് എല്ലാ താപനിലയിലും സംഭവിക്കുന്ന ഒന്നാണ്. ഖരമായിട്ടും ദ്രാവകമായിട്ടും വാതകമായിട്ടും 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി തന്നെ കാണപ്പെടുന്ന ഏക പദാർത്ഥം ജലമാണ്. ഇനി ജലനിരപ്പ്. ജലം എപ്പോഴും ഒരേ നിരപ്പ് അഥവാ വിതാനം പാലിച്ചാണ് നിൽക്കുന്നത്. ഈ ഒരു സവിശേഷത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ സമയത്തൊക്കെ ലെവൽ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നിരപ്പ് കണ്ടെത്തുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഈ ജലത്തിൻ്റെ ഈ ഒരു സവിശേഷത ഉപയോഗിച്ചുകൊണ്ടാണ്. വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നൊരു ഉദാഹരണമാണ്, ജലാശയങ്ങളൊക്കെ വറ്റുന്ന സമയത്ത് നമ്മുടെ സമീപങ്ങളിലുള്ള കിണറുകളിലൊക്കെ ജലനിരപ്പ് താഴുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ. ഇതൊക്കെ ഈ ഒരു സവിശേഷത കൊണ്ടാണ് ജലത്തിന് വിതാനം, എപ്പോഴും ഒരേ നിരപ്പായിരിക്കും പാലിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ജലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഇനി നമ്മുടെ ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകളിൽ കടൽ വെള്ളമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കടൽ വെള്ളം ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കില്ല. പ്രധാനമായിട്ടും ജലസ്രോതസ്സുകളിലൊക്കെ വെള്ളം എത്തുന്നത് മഴയിലൂടെയാണ്. ഇവിടെ ജലത്തുള്ളിക്ക് കുറച്ച് പറയാനുണ്ട്. എന്താണ്? ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാകില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. ഇവിടെ വെച്ച് ചെറുകണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളിയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. നമ്മുടെ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ഒരു ജലചക്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ഒക്കെ ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുകയും നീരാവി തണുത്ത് മേഘമായും മേഘം പിന്നീട് തണുത്ത് മഴയായും ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ശുദ്ധജലം മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം ജലമലിനീകരണത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ജലമലിനീകരണത്തിന് കാരണമാകുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നത്, കന്നുകാലികളെ കുളിപ്പിക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്,
മത്സ്യമാംസ വിപണികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യജലം പുറന്തള്ളുന്നത്, മലിനജലം ഒഴുക്കിവിടുന്നത്, ഇത്തരത്തിൽ മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ചില പ്രവർത്തനങ്ങൾ വഴി ജലം മലിനമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മലിനമാക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശുദ്ധജലം അമൂല്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശുദ്ധജലം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അവ പാലിച്ചുകൊണ്ട് നമ്മുടെ ശുദ്ധജലത്തെ നാം പരിപാലിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയത്തിൽ വലിച്ചെറിയാതിരിക്കുക, വീടിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമൊക്കെ മലിനജലം ജലസ്രോതസ്സുകളിലേക്ക് തുറന്നു വിടാതിരിക്കുക. ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ശുദ്ധജലം സംരക്ഷിക്കുന്നതിനായിട്ട് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇനി നമ്മുടെ നാട്ടിൽ മഴ ധാരാളം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും വേനൽക്കാലത്ത് പല പ്രദേശങ്ങളും വരൾച്ച അനുഭവിക്കുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ചു വെക്കുകയാണെങ്കിൽ വേനൽക്കാലത്തും ഈ ജലലഭ്യത നമുക്ക് ഉറപ്പുവരുത്തുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളതുപോലെ നമുക്ക് മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ് പോലെയുള്ള ഇത്തരത്തിലുള്ള ജലസംഭരണികൾ ഉപയോഗിച്ചുകൊണ്ട്, സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധജലം നമുക്ക് സംരക്ഷിക്കാനാകും. ശുദ്ധജലം അമൂല്യമാണ്. അത് പാഴാക്കാനായിട്ട് പാടില്ല. അത് പാഴാക്കരുത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവ എങ്ങനെയെല്ലാം സംരക്ഷിക്കണം എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കി. ചെറിയൊരു അധ്യായമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ ഒരു നിലവാരമാണ് ഈ ഒരു അധ്യായത്തിനുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം അവയ്ക്ക് നൽകിയാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.